നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിൽ സംശയമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ AC ടെമ്പറേച്ചർ സെറ്റിങ്, അതിനെക്കുറിച്ചല്ല, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സ്പീഡായിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ACക്ക് 1, 2, 3, 4 ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. ആ ഒരു കാര്യം ഭയങ്കര ഫാക്റ്റാണ്. അത് ഞാൻ കുറച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ACയുടെ സ്പീഡ്, അതായത് ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് കൂടും. പക്ഷേ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ, അതായത് നമ്മുടെ വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ, അതായത് തണുപ്പ് കുറച്ച് ഹീറ്റും കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ടെമ്പറേച്ചർ മോഡറേറ്റ് ആക്കാൻ വേണ്ടി, അതായത് കുറച്ച് ചൂടും കൂടെ മിക്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഏതെങ്കിലും രീതിക്ക് മൈലേജിനെ ബാധിക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു യൂണിറ്റാണ്. അതായത് ഇത് ഫുള്ള് ഏറ്റവും കോൾഡ് കണ്ടീഷൻ. ഇതിൻ്റെ ഇപ്പോൾ മേളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഹീറ്റ് ആക്കുക. ഇത് കുറച്ചുകൂടെ ഹീറ്റായി ഒരു ഏകദേശം മിക്സഡ് ആയിട്ട്, അതായത് ഹീറ്റും കോൾഡും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് പിന്നെയും ചൂട് കൂടുകയാണ്, പിന്നെയും ആക്കും തോറും ചൂടാകുകയാണ്. ഇത് എക്സ്ട്രീം ഹീറ്റാണ്. ഏറ്റവും താഴെ തന്നെ ഫുൾ എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ്. ഇത് ഏകദേശം ഹീറ്റ് തുടങ്ങുന്ന സ്റ്റേജ്, അതായത് ഹീറ്റ് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല രീതിക്ക് നല്ല ചൂട് വരുന്ന രീതി. ഇങ്ങറ്റം വരുന്ന സമയത്ത് എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ വാഹനത്തിൽ ഹീറ്റിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയിടുകയാണെങ്കിൽ മൈലേജ് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും ഹീറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡ് കൂട്ടിയിടാറുണ്ട്. അങ്ങനെ ബ്ലോവർ സ്പീഡ് കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, AC അങ്ങ് ഓഫ് ചെയ്യും. അതായത് ഇപ്പോൾ AC ഓൺ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനങ്ങ് ഓഫ് ചെയ്തിട്ടാണ് ഹീറ്റിലോട്ട് ഇടുന്നത്. എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ, ഏതായാലും ഭയങ്കര തണുപ്പാണല്ലോ, AC ഓഫാക്കി കുറച്ച് ചൂടാക്കാം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AC കട്ട് ഓഫ് ആകുകയാണ്. AC കട്ട് ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവോപ്പറേറ്റർ അസംബ്ലിക്കകത്തുള്ള തണുപ്പ് അങ്ങ് പോവുകയാണ് മൊത്തത്തിൽ. അങ്ങനെ പോയതിന് ശേഷം നമ്മൾ ഹീറ്റ് ഇടുന്ന സമയത്ത് വാഹനത്തിനകത്ത് ചൂട് കൂടും. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് ആ ഒരു തണുപ്പ് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഹീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചൂട് കൂടുകയാണ്. ചൂട് കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ AC ഓണാക്കും, പഴയതുപോലെ ബാക്ക് ടു നോർമൽ, അതായത് ഹീറ്റ് മാറ്റി അല്ലെങ്കിൽ കുറച്ചൊരു ഹീറ്റ് മാറ്റി നേരെ തണുപ്പിലോട്ട് കൊണ്ടിടും. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ AC കംപ്രസർ പിന്നെയും വർക്ക് ചെയ്യും. പക്ഷേ അവിടെ കട്ട് ഓഫിങ് ഉണ്ടാകത്തില്ല. കാരണം ACയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവോപ്പറേറ്റർ അസംബ്ലി ഉള്ള തണുപ്പ് പോയിട്ട് അതൊന്നുകൂടെ ആദ്യം തൊട്ട് തണുപ്പിക്കണം. ഇങ്ങനെ തണുപ്പിക്കുമ്പോഴത്തേക്കും ഈ ACയുടെ കംപ്രസർ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം നമ്മുടെ വാഹനത്തിന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിലിടുക. ഫസ്റ്റിൽ മാത്രം ഇടുക. AC സ്വിച്ച് എപ്പോഴും ഓൺ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, അതൊരിക്കലും ഓഫ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ടെമ്പറേച്ചർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച്, ഇതിപ്പോൾ ഒരു മെക്കാനിക്കൽ ടൈപ്പ് ആയതുകൊണ്ടാണ്. ഇനി ഡിജിറ്റൽ ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ടെമ്പറേച്ചർ സെറ്റിംഗ് വരുന്നില്ല. നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ കൊടുക്കുക, ഹീറ്റ് നമുക്ക് ഓക്കെ ആണോ, അതായത് നമുക്ക് ഈ വരുന്ന, അതായത് ACയുടെ വെൻറ്റിനകത്ത് നിന്ന് വരുന്ന തണുപ്പ് നമുക്ക് ഓക്കെ ആണോ, അഫോർഡബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഓക്കെ അല്ല, തണുപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ മേലോട്ട് കയറ്റിയിടുക. ഇങ്ങനെ സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് നമ്മൾ നോർമൽ AC ഇടുന്ന പോലെ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലായിട്ട് എത്രയാണോ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്, ആ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു കാരണവശാലും ഫ്യൂൽ എഫിഷ്യൻസി താഴെ പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മൈലേജ് അവിടെ കുറവ് വരുന്നതായിരിക്കത്തില്ല. പക്ഷേ പലരുടെയും മനസ്സിലൊരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ ഈ വിചാരിക്കുന്ന ഒരു കാര്യമാണ് AC ഓഫ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂട്ടിയിടുന്നതല്ല നല്ല. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം പിന്നെയും നമ്മുടെ ACയുടെ കംപ്രസറിന് ലോഡ് കൂടുതൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലോഡ് നമ്മുടെ എഞ്ചിനിൽ നിന്നാണ് എടുക്കുന്നത്. എഞ്ചിനിൽ നിന്ന് ആ ലോഡ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.